ഹലോ കൂട്ടുകാരെ, മീനില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നൊന്നും വേണ്ട കേട്ടോ. മീനില്ലാതെയും നമുക്ക് മീൻകറി പോലെ തന്നെ തയ്യാറാക്കാം, ഒരു വെജിറ്റബിൾ കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ചട്ടിയിലാണല്ലോ മീൻകറിയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് എണ്ണയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇടിച്ചതാണ് കേട്ടോ. അരച്ചെടുത്തിട്ടില്ല, ഒന്ന് ഇടിച്ചെടുത്തതാണ്. അത് മൂന്നും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് എരിവിന് വേണ്ടി നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അല്ലാത്ത മുളക് പൊടി എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങയോ പച്ചക്കായോ നിങ്ങൾക്ക് ഈ 2 ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി നല്ലതുപോലെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് ഇട്ടാലും മതി. പക്ഷേ എനിക്ക് ഒന്നുകൂടെ കറിക്ക് കൊഴുപ്പ് തോന്നുന്നത് ഈ തക്കാളി അരച്ചിടുമ്പോഴാണ് കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുടംപുളി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3-4 കുടംപുളി. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ മീൻകറി ഇട്ട് കൊടുക്കുന്ന പോലെ ഒരുപാട് കുടംപുളി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 2-3 കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലതുപോലെ നമ്മുടെ വഴുതനയൊക്കെ നല്ലപോലെ വെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ശരിക്കും നമ്മുടെ മീൻകറിയുടെ അതേ മണം വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്തേക്ക് കറിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ നമ്മളിട്ട് തിളപ്പിക്കാൻ പാടില്ല. അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നമ്മുടെ മീൻകറി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ മീനില്ലാത്തവർക്ക് മീൻകറി ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മുട്ട വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.